ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം. ആരുടെ വാക്കുകൾ? അർജുനൻ്റെ. ഇടിമുഴക്കവും മിന്നൽപ്പാളിച്ചയും ഭൂകമ്പവും കണ്ട് ആരാണ് പേടിച്ചരണ്ടത്? സർവഭൂതങ്ങൾ. ദ്രോണരുപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായെന്ന് പറഞ്ഞതാര്? ആരോട്? കൃഷ്ണൻ അർജുനനോട്. മേലാകെ നെയ് പുരട്ടി കുശചീരങ്ങൾ ധരിച്ചിരിക്കുന്നതാരാണ്? അശ്വത്ഥാമാവ് അഥവാ ദ്രൗണി. അപാണ്ഡവായ എന്നു പറഞ്ഞ് അസ്ത്രം അയച്ചതാര്? ദ്രൗണി. എന്തിലാണ് ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അയച്ചത്? പുൽക്കൊടിയിൽ. അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കൽപ്പിച്ച് അസ്ത്രം പ്രയോഗിച്ചതാര്? അർജുനൻ. സർവഭൂതാത്മാവ് നാരദൻ. ഭാരത പിതാമഹൻ കൃഷ്ണദ്വൈപായനൻ അഥവാ വേദവ്യാസൻ. ആദ്യം ആചാര്യപുത്രനും പിന്നെ തനിക്കും സഹോദരന്മാർക്കുമെല്ലാം സ്വസ്തി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അസ്ത്രമയച്ചത് ആര്? അർജുനൻ. ഇവിടെ ആചാര്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ദ്രൗണിയെ. ആചാര്യൻ ദ്രോണാചാര്യർ. ആരെ വന്ദിച്ചാണ് അസ്ത്രമയച്ചത്? ഗുരുദേവതമാരെ. അതെനിക്കുപേക്ഷിപ്പാൻ മനസ്സില്ല, എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഏതുപേക്ഷിപ്പാൻ? ചൂടാമണി. ഭഗവാൻ വ്യാസൻ. ഞാനത് കൊടുത്തേക്കാം. ഞാൻ അശ്വത്ഥാമാവ്. ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ എത്ര വർഷമാണ് മഴ പെയ്യാത്തത്? 12 കൊല്ലം. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരൂ. ആരുടെ ചൂടാമണി? ദ്രൗണിയുടെ. അവർ പാണ്ഡവർ. ആരുടെ വാക്കുകൾ? വ്യാസന്റെ. അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ഋഷികേശന്റെ അഥവാ കൃഷ്ണന്റെ. സ്ത്രീ എന്ന പോലെ ചേട്ടയെയും ഭഗവതിയായി കണ്ട സംസ്കാരം ആർഷഭാരത സംസ്കാരം. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി. ആരുടെ വാക്കുകൾ? ദുര്യോധനന്റെ. ഋഷികളോടുകൂടി എവിടെയാണ് കൃഷ്ണദ്വൈപായനൻ ഇരുന്നരുളിയത്? ഭാഗീരഥി കച്ചത്തിൽ. ദുര്യോധനന് എത്ര അക്ഷൗഹിണിപ്പടയാണുണ്ടായിരുന്നത്? 11. തുട ചതഞ്ഞു വീണ ദുര്യോധനന്റെ തലയിൽ ആരാണ് ചവിട്ടിയത്? ഭീമൻ. എവിടെ കിടന്ന് മരിക്കയാലാണ് ദുര്യോധനന് ശാശ്വത ലോകങ്ങൾ നേടുമെന്ന് പറയുന്നത്? സമന്തപഞ്ചകത്തിൽ. ആരാണ് ലക്ഷണൻ? ദുര്യോധനപുത്രൻ. ഇന്ന് ഞാൻ സർവ പാഞ്ചാലരെയും വാസുദേവൻ കാണെ തന്നെ കാലനൂർ പൂകിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. ആരുടെ വാക്കുകൾ? ദ്രൗണിയുടെ വാക്കുകൾ. താങ്കൾ എന്നുദ്ദേശിച്ചത് ദുര്യോധനെയാണ്. ബ്രാഹ്മണൻ രാജാവിൻ്റെ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. ആരോട് പറഞ്ഞതാണ്? ദുര്യോധനൻ കൃപരോട്. ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്നും പുറത്തു പാർക്കണം. ആരുടെ വാക്കുകൾ? കൃഷ്ണന്റെ. കൃഷ്ണൻ പാണ്ഡവരെയും സാത്വികിയെയും കൂട്ടി ഏത് നദീതീരത്താണ് ചെന്നുകൂടിയത്? ഓഘവതി നദീതീരത്ത്. ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല. ആരുടെ വാക്കുകൾ? ദ്രൗണിയുടെ. ആരോട് പറഞ്ഞു? ദൃഷ്ടദ്യുമ്നനോട്. ഭീഷ്മരുടെ എതിരാളിയെന്ന് പറഞ്ഞതാരെ? അംബയുടെ പുരുഷാവതാരമായ ശിഖണ്ഡിയെ. നീ അതിൻ്റെ ഫലം നേടുക. നീ 3000 കാലം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. ആരുടെ വാക്കുകൾ? കൃഷ്ണന്റെ. കൃഷ്ണന്റെ മറ്റു പേരുകൾ ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഋഷികേശൻ, പുരുഷോത്തമൻ, ദേവകീപുത്രൻ, വസുദേവൻ. ആരോടാണ് പറഞ്ഞത്? ദ്രൗണിയോട് അഥവാ അശ്വത്ഥാമാവിനോട്. കുട്ടിക്കൃഷ്ണ മാരാർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? കല ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ മലയാള ശൈലി, സാഹിത്യ സല്ലാപം, സാഹിത്യഭൂഷണം, രാജാങ്കണം, സാഹിത്യവിദ്യ, കൈവിളക്ക്, ചർച്ചായോഗം, ദന്തഗോപുരം, ഋഷിപ്രസാദം, വൃത്തശില്പം. ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠൻ എന്ന് ഇവിടെ ആരെയാണ് പറഞ്ഞിരിക്കുന്നത്? ദുര്യോധനെ. യുദ്ധം 18 ദിവസമായിരുന്നു. അംബയുടെ പുരുഷാവതാരം അത് പറഞ്ഞതാണ് ശിഖണ്ഡി. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം ഏത് വിഭാഗത്തിൽ പെടുന്നു? നിരൂപണം. ഉത്തരയുടെ കുട്ടിയുടെ പേര് പരീക്ഷിത്ത്. ദുര്യോധനൻ വീട് കിടന്ന സ്ഥലം സമന്തപഞ്ചകം. ആരാണ് ഗുരുഖാദി? ദൃഷ്ടദ്യുമ്നൻ. ആരാണ് കൃഷ്ണദ്വൈപായനൻ? വേദവ്യാസൻ. പരിണാമം എന്ന് വെച്ചാൽ മാറ്റം, പരിമാണം, അളവ്. ദുര്യോധനെ പടക്കളത്തിൽ ഒടുക്കം കാണാൻ വന്ന മന്ത്രിയുടെ പേര് സഞ്ജയൻ. യുദ്ധത്തിൻ്റെ പരിണാമം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഭാരത പര്യടനം. എഴുതിയത് കുട്ടിക്കൃഷ്ണ മാരാർ.
താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? കൃഷ്ണൻ യുധിഷ്ഠിരനോട്. ജയോ യമ ജയാകാരോ ജയസ്തസ്മാൽ പരാജയ. അർത്ഥം, ഈ ജയം ജയമല്ല, പരാജയം തന്നെയാണ്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസറിൽ ശ്രദ്ധിക്കേണ്ടത്, ഭാരതമാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണുന്നു. ആ ഭാഗം ശ്രദ്ധിക്കുക. യുദ്ധത്തിൻ്റെ മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠന് വ്യാസൻ സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ 2 പേരിട്ടു വ്യവഹരിച്ചു. ആ ഭാഗം ശ്രദ്ധിക്കുക. സമുദ്രം താണ്ടി സമ്പാദ്യവും കൊണ്ടുവരുന്ന കച്ചവടക്കാർ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. പിന്നെ യുദ്ധത്തിൻ്റെ കരാർ നോക്കുക. പടക്കളത്തിൽ വീണ് കിടന്ന ദുര്യോധനൻ സഞ്ജയനോട് പറഞ്ഞ കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. യുദ്ധക്കളത്തിൽ വീണ ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞ കാര്യങ്ങളും മാതാപിതാക്കളെ അറിയിക്കാൻ സഞ്ജയനോട് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ആ ഹൃദയോന്നതിക്ക് മുൻപിൽ, ആ ആഭിജാത്യത്തിന് മുൻപിൽ ഒരിറ്റ് കണ്ണുനീർ തൂകാതിരിപ്പാൻ ആർക്ക് സാധിക്കും? ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഗുരുഖാദികൾക്ക് കുലപാംസനാ ലോകങ്ങളില്ല. പിന്നെ അശ്വത്ഥാമാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ, ദുര്യോധനൻ്റെ സ്വഭാവ സവിശേഷതകൾ, പിന്നെ വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു. ഈ ഭാഗമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാണ്ഡവർ നേടിയ വിജയത്തെ വല്ലപാടും നേടിയ വിജയമെന്ന് മാരാർ വിശേഷിപ്പിച്ചതിൻ്റെ ഔചിത്യം, പിന്നെ തനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കുമെന്ന് ദുര്യോധനൻ ബലമായി വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനം, മനുഷ്യചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരതേതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. ആ മാരാരുടെ നിരീക്ഷണത്തോട് ഉള്ള നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ആ രീതിയിലെല്ലാം നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കുക. കടൽ തീരത്ത്. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര ആർക്കു വേണ്ടിയായിരുന്നു? പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടി. പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി എന്താണ് നീണ്ടുപോകുന്നത്? ചവിട്ടടിപ്പാത. വെള്ളായപ്പൻ അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. എന്ത്? പനമ്പട്ടകളിൽ കാറ്റിരമ്പുന്നത്. എവിടെയാണ് ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ വെള്ളായപ്പന് തോന്നിയത്? പനമ്പട്ടകളിൽ. ഓതം, ഈർപ്പം അല്ലെങ്കിൽ നനവ്. 2 വാക്കുകൾ, പേരുകൾ. എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയതറിഞ്ഞു. ആരെല്ലാം തമ്മിലായിരുന്നു ആ സംഭാഷണ പരമ്പരകൾ? വെള്ളായപ്പനും കുട്ടിസൻ മാപ്പിളയും. വെള്ളായപ്പൻ മരയ്ക്കാർക്ക് എത്ര രൂപയാണ് കൊടുക്കാനുണ്ടായിരുന്നത്? 15 റുപ്പികയും 4 അണയും. ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റിമുറുകിയതെന്ത്? അപരിചിതൻ്റെ സംഭാഷണം. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എന്തായാണ് അനുഭവപ്പെട്ടത്? എണ്ണമറ്റ കൊലക്കയറുകളായി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ വെള്ളായപ്പന് അപരിചിതമാണ്. ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റു പോകാൻ കാരണം കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ. എന്താണ് വെള്ളായപ്പനെ ഉണർത്തിയത്? തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും. വെള്ളായപ്പൻ എന്താണ് നോക്കി നിജം വരുത്തിയത്? മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന്. എവിടെയാണ് വെള്ളായപ്പൻ ചീട്ട് തിരിച്ചു കൊടുത്തത്? ഗേറ്റിൽ. വീടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? മരയ്ക്കാരുടെ. ആരോടാണ് പറഞ്ഞത്? വെള്ളായപ്പനോട്. വെള്ളായപ്പൻ എന്താണ് പാറാവുകാരനെ ഏൽപ്പിച്ചത്? കടലാസ്. അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ വെള്ളായപ്പൻ എവിടെയാണ് ഇരുന്നത്? ജയിലിൻ്റെ ഉമ്മറത്തെ ചാരുപടിയിൽ. പാഥേയം, പൊതിച്ചോറ്. ആരാണ് വെള്ളായപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? പാറാവുകാരൻ. 2 വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. വാക്കുകൾ കൈമാറിയത് അപ്പനും മകനും, അല്ലെങ്കിൽ വെള്ളായപ്പനും കണ്ടുണ്ണിയും. വധശിക്ഷയുടെ ചടങ്ങായി കഥയിൽ പറഞ്ഞിരിക്കുന്നത് കൊമ്പുവിളി. കയ്യിൽ ഘടികാരമില്ലെങ്കിലും എങ്ങനെയാണ് വെള്ളായപ്പൻ സമയമറിഞ്ഞത്? ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ. ഒരു പേറ്റിച്ചിയെപ്പോലെ തൻ്റെ മകൻ്റെ ദേഹത്തെ വെള്ളായപ്പൻ ആരിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത്? പാറാവുകാരിൽ നിന്ന്. എവിടെ നിന്നാണ് ബലിക്കാക്കകൾ ഇറങ്ങി വന്നത്? വെയിലിൻ്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ. OV വിജയൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകൻ്റെ വഴി, തലമുറകൾ. ഇത്രയും നോവലുകളാണ്. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി, അശാന്തി, കടൽ തീരത്ത്, കാറ്റു പറഞ്ഞ കഥ, ഇവയെല്ലാം കഥാസമാഹാരങ്ങൾ.
ഘോഷയാത്രയിൽ തനിയെ ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മയ്ക്കായി ഇതിഹാസത്തിൻ്റെ ഇതിഹാസം, ഇതെല്ലാം ലേഖനങ്ങൾ. യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നിയതെപ്പോൾ? ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്നു കൂടുപറ്റുന്നു. എവിടെ വെച്ചാണ് വെള്ളായപ്പൻ ഈ കാഴ്ച കണ്ടത്? പ്ലാറ്റ്ഫോമിൽ വണ്ടിക്കായി കാത്തിരിക്കുമ്പോൾ. രണ്ട് ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിൽ എന്ന പോലെ, രണ്ടു വാക്കുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. ഏതാണ് ആ രണ്ട് ചിത്രങ്ങൾ? മുണ്ടകപ്പാടത്തിൻ്റെ വരമ്പത്ത് തൻ്റെ ചെറുവിരലിൽ പിടിച്ച് അസ്തമയ പക്ഷികളെ നോക്കിയ മകനും അസ്തമയത്തിലൂടെ പാടത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനും. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. അത് എവിടെ വെച്ചാണ്? തീവണ്ടി ആപ്പീസിൻ്റെ മുൻപിൽ വെച്ച്. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി തോന്നിയത് എവിടെ വെച്ച്? പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിൽ. ആ രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം. ഉന്തുവണ്ടിയുടെ പിറകിൽ ആരുടെ കൂടെയാണ് വെള്ളായപ്പൻ നടന്നത്? തോട്ടികളുടെ കൂടെ. പുഴയുടെ നടുക്കെത്തിയപ്പോൾ വെള്ളായപ്പനെ തളർത്തിയത് എന്ത്? കുളിയുടെ അനുഭവം. രണ്ടു വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. ആരൊക്കെ തമ്മിലായിരുന്നു ആ സംഭാഷണം? നീലിമണ്ണാത്തിയും വെള്ളായപ്പനും. കുളിയുടെ അനുഭവം വെള്ളായപ്പനെ തളർത്തി. ഇവിടെ പരാമർശിക്കുന്ന കുളി അനുഭവങ്ങൾ ഏതെല്ലാം? അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചത്, മകനെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത്. വെള്ളായപ്പൻ എവിടെ നിന്നാണ് പണമെടുത്തത്? ഉടുമുണ്ടിൻ്റെ കോന്തലയിൽ നിന്നും. തീവണ്ടി ആപ്പീസിൽ ബെഞ്ചിലിരുന്ന് കിനാവ് കണ്ട വെള്ളായപ്പൻ എന്താണ് പറഞ്ഞത്? കണ്ടുണ്ണിയെ, മകനെ. ഇത് 1-ാം ക്ലാസ്സാണ് കാർന്നവരെ കട്ടാൽ മതി, ജയിലിലെത്താം. ഈ വരികളിലെ ഭാവം പരിഹാസം. പാറാവുകാരൻ്റെ മുഖം പൊടുന്നനെ കനിവുറ്റതാവാൻ കാരണമെന്ത്? വെള്ളായപ്പൻ്റെ മകൻ്റെ വധശിക്ഷ അറിഞ്ഞ്. വെയിലിൻ്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികൾ എന്തിനെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? തടവറയുടെ ഉള്ളിലേക്കുള്ള വഴിയെയാണ്. കടൽത്തീരത്ത് എന്ന കഥയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ വെള്ളായപ്പൻ്റെ ദുഃഖം ഗ്രാമത്തിൻ്റെ ദുഃഖമായിട്ട് പറയുന്നു. ആ ഭാഗം ശ്രദ്ധിക്കണം. പിന്നെ രണ്ട് വാക്കുകൾ മാത്രം, രണ്ട് വാക്കുകൾക്കിടയ്ക്ക് സാന്ത്വനത്തിൻ്റെ നിറവ്. ഇത്തരം അർത്ഥപൂർണങ്ങളായ മൗനങ്ങളാണ് കഥയെ പൂരിപ്പിക്കുന്നത്. ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ പൊതിച്ചോറിന് കഥയിലെ സവിശേഷമായ സ്ഥാനം. രണ്ട് ചിത്രങ്ങൾ, അവയ്ക്കിടയിൽ രണ്ടു പേരുകൾക്കിടയിൽ എന്ന പോലെ എന്തിൻ്റെയൊക്കെയോ നിറവ്. രണ്ട് ചിത്രങ്ങൾ എന്ന പ്രയോഗം, ആ ആശയം ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ രണ്ട് വാക്കുകൾ മാത്രം, രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. ആ ഭാഗം ശ്രദ്ധിക്കണം. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ വെള്ളായപ്പൻ്റെ കണ്ഠത്തിൽ ചുറ്റിമുറുകി. കഥാസന്ദർഭം നൽകുന്ന സൂചന, അത് ശ്രദ്ധിക്കുക. പിന്നെ കഥയിൽ കാറ്റ്, കടൽ പോലെയുള്ള ബിംബങ്ങൾക്ക് വെള്ളായപ്പൻ്റെ ആ അന്തർസംഘർഷം നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കുട്ടിയസൻ മാപ്പിള പറയുന്നുണ്ടല്ലോ, പടച്ചവൻ്റെ, അതായത് വീട്ടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. ആ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ പുസ്തകം നന്നായി വായിക്കുക.